ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് അവർ ചാനൽ ഒലി ഫുഡ് കോൺ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതോടൊപ്പം വരുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓളൊന്നും കൂടി പ്രസ് ചെയ്താൽ ഞാനിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുന്നതാണ്. പുഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഫ്ലെയിം ഓൺ ചെയ്ത ശേഷം ഇതിലേക്ക് ഞാൻ ഒരു 1/2 ലിറ്റർ പാല് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഒരു 3/4 കപ്പ് പഞ്ചസാരയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ മിൽക്ക് മെയ്ഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ 1/2 കപ്പ് മിൽക്ക് മെയ്ഡും ഒരു 1/4 കപ്പ് പഞ്ചസാരയും കൂടി ചേർത്താൽ മതി. ഇനി അതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ചൂടുള്ള വെള്ളം കൂടെ ചേർത്തിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യുക. തിളച്ച വെള്ളം തന്നെ യൂസ് ചെയ്യണം കേട്ടോ. ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ തന്നെ യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണേ. നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ മിക്സ് നമുക്ക് ചൂടായ പാലിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ പാലിൽ 10 ഈത്തപ്പഴം കുരുവെല്ലാം കളഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ലവണ്ണം ഒന്ന് അരച്ചെടുക്കണം. ഇപ്പോൾ പാല് നല്ല തിളച്ച് വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരുന്ന ഈത്തപ്പഴത്തിൻ്റെ ആ ഒരു പേസ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ആഡ് ചെയ്ത സമയത്ത് തന്നെ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യാം. നമ്മളത് ലോ ഫ്ലെയിമിലാണ് കേട്ടോ ഇപ്പം കുക്ക് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ചെടുക്കുക. പച്ചവെള്ളം കേട്ടോ ഒഴിച്ചെടുത്തിട്ടുള്ളത്. എന്നിട്ട് കട്ടാണ്ട് തന്നെ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യുക. ഇത് നമുക്ക് ഈ ഒരു പാലിൻ്റെ മിക്സിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ നമ്മളിത് ഇപ്പോഴും ലോ ഫ്ലെയിമിൽ തന്നെയാണ് കുക്ക് ചെയ്യുന്നത്. ഹൈ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ കുക്കിംഗ് ശരിയാവില്ല. അപ്പോൾ അതിൻ്റെ ഒരു പച്ച ടേസ്റ്റ് ഉണ്ടാകും. അപ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ നമുക്കിത് കുറുകി വരുന്നവരെ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം. അപ്പോൾ ഇത് അത്യാവശ്യം നല്ലവണ്ണം കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്കിത് കിട്ടേണ്ടത്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് ഞാൻ ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള ഏത് ബൗളിലോ ഗ്ലാസ്സിലോ ഏതിൽ വേണമെങ്കിലും ഇത് സെറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ 2 ഗ്ലാസ്സിനും ഒരു ബൗളിലാണ് ഇത് സെറ്റ് ചെയ്തെടുക്കുന്നത്. ഇനി ഞാൻ ഇത് ഒരു 3 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ചെടുക്കുകയാണ്. ഇപ്പോൾ ഇതാ 3 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ പുഡിംഗ് എല്ലാം നല്ലോണം സെറ്റായി വന്നിട്ടുണ്ട്. ഞാൻ കുറച്ച് ഭംഗിക്കും ടേസ്റ്റിനും വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിൽ കുറച്ച് ചോക്ലേറ്റ് സിറപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഡേറ്റ് സിറപ്പ് ഉണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കുക. അതല്ലെങ്കിൽ ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ നമ്മുടെ ടേസ്റ്റോട് കൂടിയിട്ടുള്ള ഈ ഒരു പുഡിംഗ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടമാകും. എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഫീഡ്ബാക്കായിട്ട് അറിയിക്കുക. അപ്പോൾ അടുത്ത റെസിപ്പി വരുന്നവരെ എല്ലാവർക്കും നമസ്കാരം. താങ്ക്